ഈ ഇടക്കാലമായി യങ്സ്റ്റേഴ്സിന് കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്സ് കണ്ടുവരുന്നുണ്ട്. അതിന്റെ റീസൺ എന്തായിരിക്കും? ശരിക്കും ഹാർട്ട് അറ്റാക്സിനകത്ത് ഭൂരിഭാഗം കാര്യങ്ങളിൽ ഇപ്പം പല പല റീസൺ ഉണ്ട്. ഇപ്പം ഈ വാക്സിൻ്റെ കാര്യം പറയുമെങ്കിലും ഈ വാക്സിൻ മാത്രമല്ല, വൈറൽ അറ്റാക്കുകൾ, പലതരം പനികളുണ്ട്. ഈ പനികൾ ബോഡിയിൽ പലതരം ഡാമേജുകൾ ഉണ്ടാക്കും, പലയിടത്തും ബ്ലോക്കുകൾ ഉണ്ടാക്കും. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ കോവിഡ് കാരണം തന്നെ പലപ്പോഴായിട്ടും നമ്മുടെ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുകയും അവിടെ കട്ടിയാകുക, അതിൻ്റെ അറ്റാക്ക് വന്നു കഴിയും. കോവിഡ് വന്നതിന് ശേഷമാണ് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് കോവിഡ് ആണ്. അതിന് മുമ്പ് ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഓരോ സമയത്ത് ഓരോരോ പ്രശ്നങ്ങളാണ്. ആ ചിക്കൻ ഗുനിയ വന്ന സമയത്ത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് 2009 കാലഘട്ടത്തിലാണ് വന്നത്. ഇപ്പോഴും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇനിയും കൊല്ലങ്ങളോളം അനുഭവിക്കുന്നവരുണ്ട്. ഇനി കോവിഡ് വരാത്തവർക്ക് വാക്സിൻ എടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും അതും പിന്നെ കുറേ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രെസ് ലെവൽ ഭയങ്കരമായിട്ടും കൂടി. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് എന്താ പറയുക, എല്ലാ ആളുകൾക്കും എന്താ പറയുക, ഗോൾ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ നന്നായിട്ട് സമ്പാദിക്കണം, കാശുണ്ടാക്കണം, ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞ ഒരു ആങ്സൈറ്റി കാരണം ഇവർ ചത്തു കിടന്നിട്ട് ഞാൻ ആലോചിക്കണം എത്ര പേരാണെന്നറിയാം, രാത്രി ഉറക്കം പോലും ഇല്ല പ്രോപ്പറായിട്ട്. ഇതായത് കഷ്ടപ്പെടുകയാണ്, അധ്വാനിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറാണ് പുനീത് രാജ്കുമാർ എന്ന് പറയും. പുനീത് രാജ്കുമാർ എന്ന് പറയുന്ന 46 വയസ്സിലങ്ങനെ മരിച്ചത്. അപ്പോൾ ഈ പുനീത് രാജ്കുമാർ എന്ന് പറഞ്ഞാൽ ഈ ഉള്ള ജിംനാസ്റ്റിക് എല്ലാ പരിപാടിയും ചെയ്യുന്ന ഒരാളാണ്. ഫുൾ ടൈം ജിമ്മും പരിപാടിയും കാര്യങ്ങളും ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണ്. പുള്ളി മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ജനറ്റിക് ഫാക്ടറാണ്. പുള്ളിയുടെ ഫാദറും അറ്റാക്കായിട്ട് മരിച്ചത്, ഫാദറിന്റെ ബ്രദറും അറ്റാക്കായിട്ട് മരിച്ചത്. ഈ വ്യക്തിയുടെ പുനീത് രാജ്കുമാറിന്റെ ചേട്ടന് സ്ട്രോക്കാണ് വന്നതാണ്. ഈ പലരുടെയും ഈ ബ്ലഡ് വെസൽ റിലേറ്റഡ് പ്രശ്നമാണ്. അപ്പോൾ ജീനും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ പല പല ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതുകൊണ്ട് നേരത്തെ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാരുടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇത് ക്ലിയർ ആയി പോകുള്ളൂ. അത് അനങ്ങാതെ പോയി പെട്ടെന്ന് പോയിട്ട് ഒരു വലിയ ഹെവി സാധനം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒരു 100 പേരെ എടുത്തു വെച്ചാൽ 60 പേർക്കും ബ്ലോക്കുകളാണ്. അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ബ്ലോക്ക് നമുക്ക് എങ്ങനെ മനസ്സിലാണെന്നറിയോ? കാലിൽ രോമം കൊഴിയുന്നുണ്ടോ? അതൊരു ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. അതേപോലെ തന്നെ സ്റ്റെപ്പ് പെട്ടെന്ന് കയറുമ്പോഴത്തേനും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. അതേപോലെ നെഞ്ചുവേദന, കൈക്കുള്ള തരിപ്പ് വരുന്ന ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. പുരുഷന്മാരിൽ ഉദാഹരണ പ്രശ്നം വരുന്ന ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. ഷോൾഡർ സ്റ്റിഫ്നെസ് വരുന്നത്, ഇതെല്ലാം ശരീരത്തിന് പല ഭാഗത്തെ ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. അത് ഹാർട്ടിൻ്റെ മാത്രമല്ല. നമ്മൾ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഹാർട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. ഹാർട്ടിൻ്റെ ബ്ലോക്ക് നമുക്ക് എപ്പോഴും ബാധിക്കുന്നില്ല. ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരുമ്പോഴേ ഓർത്തോണം ഇത് ഇതിലേക്കും കൂടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ആർക്കും ബ്ലോക്ക് വരത്തില്ല. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവും.